ക്രിസ്തുവിനെതിരായും ക്രിസ്തുവിൻ്റെ സത്തയ്ക്കെതിരായും ക്രൈസ്തവ മൂല്യങ്ങൾക്കും വിശുദ്ധ ബൈബിളിനുമെതിരായി കൂടുതൽ മുസ്ലിം നേതാക്കൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം നേതാക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാൻ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന ക്രിസ്തുവുണ്ട്, സുവിശേഷ പ്രഘോഷണങ്ങളിൽ കേൾക്കുന്ന ക്രിസ്തുവുണ്ട്. അതൊക്കെ ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിഞ്ഞനുഭവിച്ചവർ അവരുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ പറയുന്നതാണ്. അപ്പോൾ അതിന് വ്യക്തിപരമായ അവരുടെ ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും അറിവിൻ്റെ തലങ്ങളുമുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾ കൃത്യമായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ക്രിസ്തുവിൻ്റെ കൂടെ ജീവിച്ച്, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച്, ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്ത്, ആരുടെയും ജീവിതം എടുക്കുകയല്ല, ജീവിതം കൊടുത്ത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, മുഹമ്മദിൻ്റെ സ്വഹാബിമാരിൽ ആരും തന്നെ മുഹമ്മദിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല. ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് എവിടെ ജനിച്ചുവെന്നോ, ആർക്ക് ജനിച്ചുവെന്നോ, എപ്പോൾ മരിച്ചുവെന്നോ ഖുറാനിൽ, ഏറ്റവും ആധികാരികം ഖുറാനാണല്ലോ, ഖുറാനിൽ എവിടെയും പറയുന്നില്ല. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ കൃത്യമായും യേശു ആർക്ക്, എപ്പോൾ, എവിടെ ജനിച്ചു, എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു, എങ്ങനെ ഉദ്ധാനം ചെയ്തു, യേശുവിൻ്റെ ശക്തിയാൽ അവരെങ്ങനെ സാമ്രാജ്യങ്ങൾ മാനസാന്തരപ്പെടുത്തി എന്നെല്ലാം തങ്ങളുടെ ലേഖനത്തിലൂടെ എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യാന്വേഷികളാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതായിരുന്നു. എനിവേ, പുതിയ ഇസ്ലാമിക നേതാവ് ക്രിസ്മസിനെതിരെയും ക്രിസ്തീയ മൂല്യങ്ങൾക്കെതിരെയും ക്രിസ്തു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്കെതിരെയും രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക ലോകത്തെ ഞാൻ ഒന്നുകൂടി കേൾപ്പിക്കാം. എം അക്ബർ ഖുറാൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്, അതിനെ തുടർന്ന് ഇപ്പോൾ അനേക ഇസ്ലാമിക നേതാക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പം അതിൽ പെട്ട ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസംഗമാണ്. എന്താണ് ക്രിസ്മസ് എന്നും അതിന്റെ പശ്ചാത്തലം എന്താണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുഴക്കാട്ടിൽ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം, മനസ്സിലാക്കാം. ക്രിസ്മസിന്റെ ഐതിഹ്യം എന്താണ്? ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ്. ദൈവം മനുഷ്യനായി ജനിച്ചു. എല്ലാവരുടെയും ജന്മപാപം സ്വയം ഏറ്റെടുത്ത് കാൽവറി കുരിശിൽ മരണപ്പെടാൻ വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ്. അപ്പൊ പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാവേ, അങ്ങേക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ആദാമിക പാപം മൂലം പാപച്ചായ്വിലേക്ക്, പാപപ്രകൃതിയിലേക്ക് അധപ്പതിച്ചു പോയ മനുഷ്യനെ, ആ മനുഷ്യൻ ആദ്യമുണ്ടായിരുന്ന സൃഷ്ടിപ്പിലുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി പിറന്നു. അതായത് ആദാമിൻ്റെ അനുസരണക്കേടിലൂടെ പാപം മൂലം മരണവും ഉണ്ടായ ലോകത്തിൽ മനുഷ്യനായി പിറന്നുകൊണ്ട് തൻ്റെ അനുസരണത്തിലൂടെ, തൻ്റെ മരിച്ച ഉയർത്തെഴുന്നേൽപ്പിലൂടെ പാപത്തിനും മരണത്തിനും തൻ്റെ മനുഷ്യത്വത്തിൽ ദൈവികത ഉപേക്ഷിക്കാതെ സത്തയിൽ ദൈവമായിരിക്കുമ്പോഴും തൻ്റെ പൂർണ്ണ മനുഷ്യത്വത്തിൽ പാപത്തിനും മരണത്തിനും വിധി കൽപ്പിക്കുവാൻ ക്രിസ്തു ഭൂജാതനായി എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ഉസ്താദെ, തെറ്റിദ്ധരിപ്പിക്കരുത്. കൃത്യമായി തിരുവചനം വായിക്കാൻ അങ്ങ് തയ്യാറാകണം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവമാണെന്ന് അവർ പറയുന്നു. അത് എങ്ങനെ ദൈവമാവാന്നുള്ള ചർച്ചക്കൊന്നും ഈ വേദിയിൽ പ്രസക്തിയില്ല. അദ്ദേഹം ജനിക്കുന്നതിന്റെ മുമ്പേ ലോകത്തെ പരിപാലിച്ചത് ആരാണ് എന്ന ചോദ്യത്തിനും വലിയ അർത്ഥമൊന്നുമില്ല. ഇവിടെയാണ് ഉസ്താദ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഉസ്താദെ. അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനെ പോലെയുള്ള ഇസ്ലാമിക നേതാക്കളോട് വീണ്ടും വീണ്ടും പറയുന്നത്, നിങ്ങൾ ബൈബിൾ വായിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിന് മുമ്പ് ദൈവമുണ്ടായിരുന്നില്ല എന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മറിച്ച് ആദാമിൻ്റെ അനുസരണക്കേട് മൂലം, സ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രീ വില്ലിൻ്റെ ദുർവിനിയോഗം മൂലം പാപം ചെയ്ത മനുഷ്യന് നേർവഴി കാണിച്ചു കൊടുക്കുവാൻ, എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം അത് പഠിപ്പിച്ചു കൊടുക്കുവാൻ
അനുസരണക്കേടിന് ബദൽ എന്താ, പരിഹാരം എന്താ? അനുസരണമാണ്. അങ്ങനെ അനുസരണക്കേട് മൂലം, പാപം മൂലം മരണം കടന്നു വന്നപ്പോൾ അതിനെതിരെയാണ് വീണ്ടും വീണ്ടും ഉസ്താദ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാവരുടെയും പാപം പേറി കാൽവറി കുരിശിൽ മരിക്കാനായിരുന്നു അദ്ദേഹം വന്നതെങ്കിൽ പിലാത്തോസിന്റെ പട്ടാളം പിടിച്ച് കുരിശ് തറക്കാൻ കൊണ്ടുപോകുമ്പോ കഠിനമായി അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചത് എന്തിനാന്നുള്ള ചോദ്യത്തിനും പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. എന്തിനാണ് കുരിശിൽ കയറിയിട്ട് പോലും എലോഹി എലോഹി ലമ്മാ ശബഖ്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തിന് എന്ന് ചോദിച്ചത്? അതും നമ്മൾ അന്വേഷിക്കുന്നതിന് ഈ വേദിയിൽ പ്രസക്തിയില്ല. പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാവെ, അങ്ങ് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം എന്താണെന്നല്ലേ? യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 17-18 തിരുവചനങ്ങളിൽ ഞാൻ എൻ്റെ ജീവനെ സ്വമേധയാ സമർപ്പിക്കുകയാണ്, ആരും പിടിച്ചെടുത്തല്ല എന്ന് പറയുന്നുണ്ട്. വീണ്ടും പട്ടാളക്കാർ വന്ന് തന്നെ പിടിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? പട്ടാളക്കാർ പറഞ്ഞു, ഞങ്ങൾ അന്വേഷിക്കുന്നത് യേശുവിനെയാണ്. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ യേശുവിനെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇതാ ഞാൻ എന്നെ പിടിച്ചുകൊള്ളുക, ഇവരെ വിട്ടേക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് തൻ്റെ സ്വഹാബിമാരെയും തൻ്റെ കൂടെയുള്ളവരെയും യുദ്ധത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഉസ്താദ്, ഇസ്ലാമിക നേതാവെ, അങ്ങിവിടെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കൃത്യമായും തിരുവചനം വായിക്കണം. എന്നിട്ട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നെങ്കിൽ ഞാനിതാ സ്വമേധയാ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. വീണ്ടും യോഹന്നാൻ അപ്പസ്തോലൻ്റെ സുവിശേഷം എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 17-18 തിരുവചനങ്ങൾ, ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. പിന്നെ കുരിശിൽ കിടന്നുകൊണ്ട് ഉള്ള പ്രാർത്ഥന, അത് സങ്കീർത്തനമാണ്, അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. മാത്രവുമല്ല, അത് കൃത്യമായും സഹനത്തിൻ്റെ സർവരാലും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുകയും സമ്പൂർണമായി പരാജയപ്പെടുന്നുവെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഒരു ദൈവീക മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും മഹനീയമായ ഉദാഹരണമാണ് കുരിശിൽ കാണിച്ചു തന്നത്. ശപിക്കുകയല്ല ചെയ്യേണ്ടത്, പ്രാകുകയല്ല ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് അനുകരണീയമായൊരു മാതൃക നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങൾക്ക് അനുകരണീയമായൊരു മാതൃക നൽകിയിരിക്കുന്നു. എന്നെ കുരിശിൽ തറയ്ക്കുകയും എന്നെ നിന്ദിക്കുകയും എന്നെ ഇട്ടേച്ചു പോവുകയും എന്നെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എന്താണ് ചെയ്തത്? അത് വേണം നിങ്ങൾ ചെയ്യുവാനെന്ന് ക്രിസ്തു പറഞ്ഞിരുന്നു. ഉസ്താദെ, അങ്ങ് ബൈബിൾ വായിച്ചിട്ടില്ല. ഒരു മതത്തെ വിമർശിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ആധികാരികമായ രേഖയെങ്കിലും വായിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഈ അനുകരണീയമായ മാതൃകയാണ്. നാളെ നിങ്ങളെ യേശുവിൻ്റെ ശിഷ്യന്മാരെ, ക്രിസ്തു വിശ്വാസികളെ കുരിശിൽ തറച്ചാൽ എന്തു ചെയ്യണമെന്നുള്ളതിൻ്റെ ഏറ്റവും മഹനീയവും തർക്കങ്ങൾക്കിടയില്ലാത്തതുമായ മാതൃകയാണ്. ദൈവത്തോട് വേണം പരാതി പറയുവാൻ, ദൈവത്തോട് വേണം പ്രാർത്ഥിക്കുവാൻ. അനുകരണീയമായൊരു മാതൃക അവിടുന്ന് സെറ്റ് ചെയ്യുകയാണ്. വിധിയുടെ മാനദണ്ഡം, ഈ മാനദണ്ഡം അനുസരിച്ചായിരിക്കും ഞാൻ നിങ്ങളെ വിധിക്കുക. വിധിയുടെ മാനദണ്ഡം ക്രിസ്തു സെറ്റ് ചെയ്തു. മനുഷ്യപുത്രനാകയാൽ വിധിക്കുവാനുള്ള അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുകയാണ്. അപ്പോൾ വിധിക്കണമെങ്കിൽ ഒരു മാനദണ്ഡം വേണ്ട ഇസ്ലാമിക നേതാവേ. അതുകൊണ്ടാണ് ക്രിസ്തു അങ്ങനെ കാണിച്ചത്. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവ് ക്രിസ്തുവാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുവാനും പ്രസംഗിക്കുവാനും ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 10:42. പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാക്കളെ, നിങ്ങൾ ബൈബിൾ വായിക്കണം. നിങ്ങളുടെ വിമർശനം LKG കുട്ടികളുടെ പോലും നിലവാരമില്ലാത്തതാണ്. അവര് വിശ്വസിക്കുന്നത് നമുക്ക് തൽക്കാലം പരിഗണിക്കാം. ദൈവം മനുഷ്യനായി ജനിക്കുന്നു. എന്തിന്? എല്ലാവരുടെയും പാപം പേറി കുരിശിൽ മരിക്കാൻ വേണ്ടി ദൈവം ജനിക്കുക, അത് ഇസ്ലാമിന് യോജിക്കാൻ പറ്റൂല. അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിക്കണല്ല, അവന് തുല്യമായി ആരുമില്ല. സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനം. ദൈവത്തിന്, ഇലാഹിന്, അള്ളാഹുവിന് തുല്യമായി ഒരാളുമേ ഇല്ല, ഒരു വസ്തുമേ ഇല്ല. അപ്പോൾ പ്രിയപ്പെട്ട നേതാവിൻ്റെ, ഇസ്ലാമിക നേതാവിൻ്റെ അടുത്ത വേദന എന്ന് പറയുന്നത് ദൈവം ജനിക്കൂല എന്നുള്ളതാണ്. ഉസ്താദിൻ്റെ വിമർശനവും ചോദ്യവും ശരിയല്ല. ചോദ്യം ശരിയല്ല എന്നുള്ള പങ്ക്തികൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കാറുമുണ്ട്. അങ്ങയുടെ ചോദ്യം ശരിയല്ല. കാരണം
ജനിക്കുവാനും മരിക്കുവാനും മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനും സർവ്വതും സാധ്യമായവനെയാണ് നാം ദൈവമെന്ന് വിളിക്കുക. അതോടൊപ്പം സർവ്വതും സാധ്യമായവൻ മാത്രമേ ദൈവമാവുകയുമുള്ളൂ. അത് ഉസ്താദ് ഇസ്ലാമിക നേതാവ് അങ്ങ് മറന്നുപോയി. എല്ലാം സാധിക്കുന്നവന് മാത്രമേ ദൈവമാകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന് ജനിക്കേണ്ടി വന്നാൽ ജനിക്കണം, മരിക്കേണ്ടി വന്നാൽ മരിക്കുകയും മരണത്തിൻ്റെ മേൽ തനിക്ക് അധികാരമുണ്ടെന്ന് കാണിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുക എന്നുള്ളതും ദൈവത്തിൻ്റെ സാധ്യതയാണ് ഉസ്താദെ. അപ്പോൾ ഉസ്താദ് ചോദിക്കേണ്ടിയിരുന്നത്, എന്തിനു വേണ്ടി ദൈവം മനുഷ്യനായി ജനിച്ചു? അപ്പോൾ ദൈവം മനുഷ്യനായി ജനിക്കുമ്പോൾ ഭൂമിയിൽ ദൈവമില്ലാതാകാത്തതിന് കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് പരിമിതികളില്ലാത്തത് കൊണ്ടാണ്. ആരോട് സംവദിക്കുമ്പോഴും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുവാനും അതേസമയം ഒരു വ്യക്തിയോട് ആത്മാവിൽ സംവദിക്കുവാനും ദൈവത്തിന് സാധിക്കും. അപ്പം പേഴ്സണലായിട്ട് ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ദൈവമില്ലാതാവുന്നില്ല. ഇതാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് ദൈവത്തിൻ്റെ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന് നേർവഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി എന്താണ് ശരിയായ നീതി, ന്യായം, എന്താണ് സ്വർഗം, എന്താണ് സ്വർഗത്തിലേക്കുള്ള മാർഗം, എന്താണ് ദൈവം, വാട്ട് ഈസ് ആൻഡ് ഹൂ ഈസ് ഗോഡ്, ആരാണ്, എന്താണ് ദൈവം, ദൈവീകത, ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനായി പിറന്നപ്പോൾ അവൻ ദൈവമാകയാൽ പ്രപഞ്ചത്തിൽ സൃഷ്ടാവില്ലാതാകുന്നില്ല. സൃഷ്ടിയെ പ്രതി അവൻ തന്നെ പരിമിതിപ്പെടുത്തുന്നതാണ്. അപ്പോൾ സൃഷ്ടിക്ക് വേണ്ടി തന്നെ പരിമിതിപ്പെടുത്താൻ സാധിക്കുമ്പോൾ മാത്രമേ അവൻ ദൈവമാകുന്നുള്ളൂ. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാകുന്നത് കൊണ്ട് സൃഷ്ടിപ്പൊഴുകയെല്ലാം മനുഷ്യന് സാധ്യമാണ്. ആടുകളോട്, മൃഗങ്ങളോട്, പശുക്കളോട്, നായ്ക്കളോട്, പട്ടിയോട് സംസാരിക്കുമ്പോൾ അവരുടേതായ പരിമിതിയിലേക്ക് തന്നെ പരിമിതിപ്പെടുത്താൻ മനുഷ്യന് സാധിക്കും. അങ്ങനെ പരിമിതിപ്പെടുത്തുമ്പോൾ അവൻ ഇല്ലാതാകുന്നില്ല. ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ഉപഗ്രഹം ഉണ്ടാക്കി ചന്ദ്രനിലേക്ക് വിടുമ്പോൾ മനുഷ്യൻ ഇല്ലാതാകുന്നില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സാധ്യത അതിലും എത്രയോ വലുതാണ്, മഹത്തരമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാക്കളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത്, എന്തിനു വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തു ദൈവമാണെന്നുള്ളതിന് തെളിവെന്താണ്? ഈ ചോദ്യങ്ങളായിരുന്നു നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത്. ആ ചോദ്യങ്ങളല്ല നിങ്ങൾ ചോദിക്കുന്നത്. അതുപോലെ ഞാൻ നിങ്ങളോട് പറയാം, ബൈബിളിൻ്റെ ഉദ്ദേശം എന്താ? എന്താണ് ശരിയായ നീതി, ന്യായം? എന്താണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം? എന്താണ് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശം? എന്താണ് സ്വർഗത്തിലേക്കുള്ള മാർഗം? ഇത് പഠിപ്പിക്കലാണ്. എന്താണ് നിത്യരക്ഷ? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശു കർത്താവാണ്. സത്തയിൽ ദൈവമായിരിക്കുമ്പോൾ അവൻ കർത്താവും രക്ഷകനുമാണ്. ഉസ്താദെ കൃത്യമായും തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പം ദൈവം മനുഷ്യനാകണമെങ്കിൽ ആകാൻ സാധിക്കണം. അപ്പോൾ ഈ ക്രിസ്തു ദൈവമാണോ എന്നുള്ളതിന് ഉസ്താദിന്, ഇസ്ലാമിക നേതാക്കളെ, നിങ്ങൾക്ക് കൃത്യമായ മറുപടി ഞാൻ പറയാം. എവിടെയാണ് തെളിവെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാക്കളുടെ നിങ്ങളുടെ ചോദ്യം നിങ്ങൾ സദുദ്ദേശത്തോടു കൂടി ചോദിക്കുന്നതല്ല. കാരണം മക്ക നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചെടുത്തത്? മദീന എങ്ങനെയാണ് നിങ്ങൾ പിടിച്ചെടുത്തത്? ഖുർആൻ 59-ാം അധ്യായം വായിക്കുക. ഗസാനിഡ്സ് ക്രിസ്ത്യൻ രാജാക്കന്മാരുടെ താബൂക്ക് 628 നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചെടുത്തത്? അപ്പോൾ യുദ്ധം ഒഴിവാക്കി നിർത്തിയാൽ ഇന്ന് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നിങ്ങളുടെ വിശ്വാസം, ഈ ഇസ്ലാമിക വിശ്വാസമുണ്ടോ? എന്നാൽ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിന് തെളിവെന്താണ്? നിങ്ങൾ ഖുറാനിൽ തന്നെ വായിക്കുന്നു, നജ്റാനിൽ ശക്തമായ ക്രിസ്തീയ വിശ്വാസികൾ ഉണ്ടായിരുന്നുവെന്ന്. ആ ക്രിസ്തീയ വിശ്വാസികൾ എന്തേ ഉന്മൂലനം ചെയ്തില്ലേ? നിങ്ങൾ ഓടിച്ചില്ലേ അവിടുന്ന്? മദീനയിൽ അതിശക്തമായ സാമ്പത്തികമായ സുശക്തമായ വിദ്യാഭ്യാസവും വിവരവുമുള്ള ശക്തമായ ഒരു യഹൂദ സമൂഹമുണ്ടായിരുന്നു മദീന. ഖുർആൻ 59-ാം അധ്യായം. അവരെ എന്തിയെ ഓടിച്ച് എങ്ങനെയാണ് നിങ്ങൾ മദീന പിടിച്ചെടുത്തത്? ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ റോമിനെ നേടിയത് എങ്ങനെയാണ്? ഒരാളെ നോട്ടം കൊണ്ടുപോലും ദ്രോഹിക്കാതെയാണ് അപ്പസ്തോലന്മാർ റോമിനെ നേടിയത്. സൗദിയിലെ നജ്റാനിലേക്ക് ക്രിസ്ത്യാനിറ്റി കടന്നു വന്നത് സൃഷ്ടപ്രപഞ്ചത്തിന് യാതൊരു ദോഷവും ഏൽപ്പിക്കാതെയാണ്. സൃഷ്ടാവിൻ്റെ സൃഷ്ടികൾക്ക്, മനുഷ്യർക്ക് ഒരു ദ്രോഹവും ഏൽപ്പിക്കാതെയാണ്. മക്കയിലും മദീനയിലും മദീനയുടെ വടക്ക് പടിഞ്ഞാറ് പ്രവശ്യകളിലുമെല്ലാം ക്രൈസ്തവരുണ്ടായിരുന്നത് യുദ്ധത്തിലൂടെ അല്ല എന്ന് ഉസ്താദിനറിയാം.
അപ്പം ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാക്കളെ ഇത്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് മുമ്പോട്ട് വെക്കാനുണ്ടോ? നിങ്ങൾ 633-നും 636-നും ഇടയിൽ ബാറ്റിൽ ഓഫ് ഗദീസയിലൂടെ, 636-ൽ തന്നെ ബാറ്റിൽ ഓഫ് യാർമുക്കിലൂടെ, 638-ൽ ജെറുസലേമിൻ്റെ ഉപരോധത്തിലൂടെ, 641-ൽ അന്ത്യോക്കിയുടെയും അലക്സാണ്ട്രിയൻ പത്രിയാർക്കീസുകളുടെയും മേൽ നടത്തിയ കടന്നാക്രമണങ്ങളിലൂടെയാണ് നിങ്ങൾ ഇസ്ലാം പ്രചരിപ്പിച്ചത് എന്ന് പഠിപ്പിക്കുന്നത് ഞങ്ങളല്ല, ഡോക്ടർ യാസിർ ഗാദിനെ പോലെയുള്ളവരാണ്. നിങ്ങളെപ്പോലെ അവിടുന്ന് ഇവിടുന്ന് കേട്ട് ഇസ്ലാം പഠിച്ചതല്ല. ആധികാരികമായി ഇസ്ലാം പഠിച്ചയാളാണ് ഡോക്ടർ യാസിർ ഗാദി. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, എങ്ങനെയാണ് ഇസ്ലാം പഠനം പന്തലിച്ചത് എന്ന്. അതല്ല എങ്കിൽ സൗദിയും പാകിസ്ഥാനും ഒക്കെ ഇറക്കുന്ന ആധികാരിക ഇസ്ലാമിക രേഖകൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്നാൽ സൂര്യനസ്തമിക്കാത്ത അന്നത്തെ സാമ്രാജ്യമായിരുന്ന റോമിൽ ക്രിസ്ത്യാനിറ്റി കടന്നു എന്നത് യുദ്ധത്തിലൂടെയല്ല എന്നുള്ള വിവരം ലോകം അംഗീകരിച്ചതാണ്. എന്തിനു പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിലേക്ക് ക്രിസ്ത്യാനിറ്റി കടന്നു വന്ന യുദ്ധത്തിലൂടെയല്ല. ഇനി നിങ്ങൾ ഓർത്തു നോക്കുക, ആ കാലഘട്ടത്തിൽ ഏറ്റവും സമ്പന്നമായിരുന്ന ഇന്നത്തെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും സ്ഥാനത്തായിരുന്നു ലെബനോനും സിറിയയും ഒക്കെ ഉണ്ടായിരുന്നത്. സാങ്കേതിക വിദ്യയിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു ഇറാനും ഇറാഖും ലെബനോനും സിറിയയും എല്ലാം ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്ഥിതി എന്താണ്? ഇസ്ലാം കടന്നു ചെന്നതിന് ശേഷം ഒരു നാശക്കൂമ്പാരമായി മാറിയില്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഗ്രന്ഥമോ നിങ്ങളുടെ വിശ്വാസമോ നിങ്ങൾ മുമ്പോട്ട് വെക്കുന്ന പ്രവാചകനോ സൃഷ്ടാവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രമാണങ്ങൾ ഉള്ളിടത്തേക്ക് നോക്കിയാൽ മതി. അതുപോലെ നിങ്ങൾ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. ഇന്ന് ലോകത്തിലെ സമ്പന്നതയിൽ അതിസമ്പന്നമായ രാഷ്ട്രങ്ങളാണ് കുവൈറ്റും സൗദി അറേബ്യയും ഒക്കെ. അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കുവൈറ്റുകളൊക്കെ ഇറാഖി രാജാക്കന്മാരുടെ ഖലീഫമാരുടെ അടിമകളായി ജീവിക്കേണ്ട അവസ്ഥയുണ്ടായേനെ. കുറ്റം മുഴുവൻ അമേരിക്കയ്ക്കും അതിൻ്റെ മുഴുവൻ ആനുകൂല്യങ്ങളും സദ്ഫലങ്ങളും അനുഭവിക്കുന്ന കുവൈറ്റുകളും സൗദി അറേബ്യൻസുമാണ്. തല്ലുകൊള്ളാൻ ചെണ്ടയും കാശ് വാങ്ങാൻ മാരാരുമെന്ന് പറഞ്ഞ പഴഞ്ചൊല്ല് അവിടെ പൂർത്തിയാവുകയാണ്. അതവിടെ നിൽക്കട്ടെ. പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ പാണ്ഡിത്യത്താലും പവിത്രമായ പാദങ്ങളാലും പുണ്യഭൂമികളായി മാറുകയും ക്രൈസ്തവ വിശ്വാസത്തിലൂടെ സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്കും സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്കും ഉയർന്നു പോയിക്കൊണ്ടിരുന്ന, എന്തിനു പറയുന്നു, റോമാ സാമ്രാജ്യത്തെ ഏറ്റവും കൂടുതൽ തീറ്റിപ്പൊറ്റിക്കൊണ്ടിരുന്ന നാടുകളായിരുന്നു ലെബനോനും ഈജിപ്തുമെല്ലാം. ഇന്നത്തെ ടുണീഷ്യ റോമിൻ്റെ കലവറ എന്നറിയപ്പെടുന്ന നാടുകളാണ്. അതിൻ്റെയൊക്കെ സ്ഥിതി എന്താണ് ഇസ്ലാം കടന്നു വന്നതിന് ശേഷം? അതാണ് ക്രിസ്തു ദൈവമാണെന്നുള്ളൊരു തെളിവാണ്. ഇനി പ്രിയപ്പെട്ട ഇസ്ലാമിക നേതാക്കളെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങളൊരു 100 കുടുംബങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ട് പാർപ്പിക്കുക. എന്നിട്ട് അവർക്ക് വായിക്കാൻ ബൈബിൾ മാത്രം കൊടുക്കുക. നിങ്ങളൊരു 100 കുടുംബത്തെ മറ്റൊരിടത്ത് കൊണ്ട് പാർപ്പിക്കുക. അവർക്ക് വായിക്കാൻ ഇസ്ലാമിക രേഖകളും കൊടുക്കുക. ഒരു 30 കൊല്ലം കഴിഞ്ഞ് ഈ 2 പ്രദേശങ്ങളും നിങ്ങൾ സന്ദർശിക്കുക. എന്തുണ്ടാകും സ്ഥിതി? ഒരിടത്ത് പാകിസ്ഥാൻ ഉണ്ടാകും, മറ്റൊരിടത്തോ 1970-കൾക്ക് മുമ്പുള്ള ലെബനോൻ ഉണ്ടാകും, അല്ലെങ്കിൽ സിറിയ ഉണ്ടാകും. ഇതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവുകയാണ്, ബൈബിളാണോ ഖുറാനാണോ ദൈവിക ഗ്രന്ഥമെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓരോ ഗ്രന്ഥവും അതുണ്ടാക്കുന്ന സ്വാധീനം, ഓരോ നേതാക്കളും അതുണ്ടാക്കുന്ന സ്വാധീനം, അതിൽ നിന്നാണ് ഫലത്തിൽ നിന്നാണ് നമ്മൾ വൃക്ഷത്തെ അറിയേണ്ടത്. അതുകൊണ്ട് 2 ഗ്രന്ഥങ്ങളെയും വാക്കുകൾ എടുത്തുകൊണ്ട് വിമർശിക്കുമ്പോൾ നമുക്ക് വിമർശിച്ചും തർക്കിച്ചും പോകാൻ സാധ്യതകൾ കൂടുതലാണ്. പക്ഷേ ഈ 2 ഗ്രന്ഥങ്ങളും ഈ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഇനി ഈ 2 ഗ്രന്ഥങ്ങൾക്കും സ്വാധീനമുള്ള ഇടങ്ങൾ നിങ്ങളൊന്ന് നോക്കിക്കേ. എങ്ങോട്ടാണ് ഇസ്ലാമിക അഭയാർത്ഥികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്? എങ്ങോട്ടാണ്? ക്രിസ്ത്യൻ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമല്ലേ? എന്തുകൊണ്ട് അവർ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്നില്ല? നിങ്ങൾ പറയുന്നത് പോലെ മഹനീയവും ദൈവികവുമാണെങ്കിൽ അവർ അങ്ങോട്ട് വേണ്ടേ പോകാൻ? അതുകൊണ്ട് ഇസ്ലാമിക നേതാക്കളെ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൈവികതയ്ക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഏറ്റവും വികസിതവും സമ്പന്നവും സംസ്കാരത്തിൻ്റെ ഉന്നതിയിൽ നിന്നുമായ പ്രദേശങ്ങളാണ് നിങ്ങൾ ഇങ്ങനെ പിടിച്ചെടുത്തത്. നാശകൂമ്പാരമാക്കി. ബംഗ്ലാദേശിൻ്റെ സ്ഥിതി എന്താണ്?
പാകിസ്ഥാൻ്റെ സ്ഥിതി എന്താണ്? അഫ്ഗാനിസ്ഥാൻ്റെ സ്ഥിതി എന്താണ്? ആരാണ് ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്? അമേരിക്ക അല്ലല്ലോ. എന്തിനു പറഞ്ഞ് ഇസ്ലാമിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ ഒട്ടക യുദ്ധം എന്ന പേരിൽ യുദ്ധം ചെയ്ത അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ഭാര്യയായിരുന്ന ആയിഷ ഒട്ടക യുദ്ധം നടത്തി. ക്രിസ്തുവിന് ശിഷ്യന്മാരാരും ഇത്തരം തമ്മിൽ തല്ലിയിട്ടില്ല. ആർക്കെതിരെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിൻ്റെ ഭാര്യ ആയിഷ യുദ്ധം ചെയ്ത്? ആർക്കെതിരെയാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ കസിനും മകളുടെ ഭർത്താവുമായ അലിക്കെതിരെ. ഇതല്ലേ ഇസ്ലാം? ഖവാരിജികൾ എന്ന് പറയുന്ന ഏറ്റവും ആദ്യത്തെ തീവ്രവാദി സംഘടന എന്നാണ് ഉണ്ടായത്? അലിയുടെയും മുആവിയയുടെയും കാലഘട്ടത്തിലല്ലേ? ക്രിസ്ത്യാനികൾ തമ്മിലുണ്ടെങ്കിൽ ആശയപരമായ വ്യത്യാസങ്ങളേ ഉള്ളൂ. തമ്മിൽ കണ്ടാൽ തല്ലുന്ന രീതിയില്ല. ആശയപരമായ വ്യത്യാസങ്ങളുണ്ട്. കാരണം മനുഷ്യൻ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ അവൻ മനസ്സിലാക്കിയതിൽ ഉറച്ചു നിന്നുകൊണ്ട് ചിലപ്പോൾ തർക്കങ്ങളുണ്ടാകും. പക്ഷെ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാണോ? നിങ്ങളുടെ വിശ്വാസത്തെ പ്രതിയാണ് നമ്മൾ അടിക്കുന്നത്. ആ അടി എങ്ങോട്ടാണ് പോകുന്നത്? കൊലപാതകത്തിലേക്കാണ്. നാട് വിട്ടുപോകുവാനും പൊട്ടിത്തെറിക്കുവാനും അനേകർ തയ്യാറാകുന്നത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടല്ലേ. ബില്ലാദിനെ സൃഷ്ടിച്ചതാരാണ്? അൽ-ഖ്വയ്ദയെ സൃഷ്ടിച്ചതാരാണ്? ISISനെ സൃഷ്ടിക്കുന്നത് ഏത് പ്രമാണ ഗ്രന്ഥമാണ്? താലിബാനെ സൃഷ്ടിക്കുന്നത് ഏത് പ്രമാണ ഗ്രന്ഥമാണ്? 1970-കൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരുന്ന അഫ്ഗാനിസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന എന്താ? ഒരു കാര്യം വ്യക്തമാവുകയല്ലേ ഇസ്ലാമിക നേതാക്കളെ, ക്രിസ്ത്യാനിറ്റിയും ക്രിസ്തുവും മുമ്പോട്ട് വെക്കുന്ന ദൈവീകതയാണ് എന്നുള്ള തെളിവാണിത്. ഒരിക്കൽ പോലും ആളെടുക്കാതെയാന്ന് ഓർക്കണം. വീണ്ടും ആവർത്തിക്കുകയാണ്. നജ്റാനിലേക്ക്, സൗദി അറേബ്യയിലെ നജ്റാനിലേക്ക് ഓക്സുമൈറ്റ് ക്രിസ്ത്യൻ രാജവംശങ്ങൾ ഭരിച്ചിരുന്ന നജ്റാനിലേക്ക് ക്രിസ്ത്യാനിറ്റി കടന്നു വന്നത്. ലാക്മിഡ്സ് ക്രിസ്ത്യൻ രാജാക്കന്മാർ ഭരിച്ചിരുന്ന ഇന്നത്തെ സൗദി അറേബ്യയുടെ വടക്കും ബാബിലോൺ പ്രദേശത്തിൻ്റെ തെക്ക് ഭാഗവുമൊക്കെ അൽ ഹിറ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പട്ടണം, അത് നിങ്ങൾ 636 പിടിച്ചെടുത്തു. എങ്ങനെയാണ് പിടിച്ചെടുത്തത്? യുദ്ധത്തിലൂടെയല്ലേ. തല്ലാൻ പറഞ്ഞാൽ കൊന്നിട്ട് വരുന്ന കൾച്ചറായിരുന്നു യൂറോപ്പിനുണ്ടായിരുന്നത്. അടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അടിക്കുമല്ലോ, കൊല്ലും. ആ യൂറോപ്പിനെ ഇത്തരത്തിലേക്ക് മാറ്റിയത് ആരാണ്? ക്രിസ്തു വിരോധിയായിരുന്ന റിച്ചാർഡ് ഡോക്കിൻസ്, ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിനെതിരെ ശക്തമായി പ്രസംഗിച്ചുകൊണ്ട് നടന്ന റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെയുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ദൈവനിഷേധിയായിരിക്കുന്ന യുക്തിവാദികളിൽ ഒരാളായിരിക്കുന്ന റിച്ചാർഡ് ഡോക്കിൻസിനെ കൊണ്ട് ഐ ആം എ കൾച്ചറൽ ക്രിസ്ത്യൻ എന്ന് പറയിച്ചത് ആരാണ്? ഇന്ന് ലോകത്തിന് സമാധാനം വേണമെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഒരു അനിവാര്യതയാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇസ്ലാമിക ക്രിസ്ത്യൻ വിമർശകരായിരിക്കുന്ന ഇസ്ലാമിക നേതാക്കളെ, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യാന്വേഷിയാണ് എങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യമാണ് അന്വേഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സകലത്തിനെയും സൃഷ്ടാവായ ദൈവമേ, നീ നിന്നെ തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി തരും. നിങ്ങൾ വിശ്വസിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിച്ച ഒരു ശക്തിയിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും തമ്മിലടിക്കുന്നത്. സിറിയയുടെ സ്ഥിതി നിങ്ങളത് ചിന്തിക്കുക. യമൻ്റെ സ്ഥിതി എന്താണ്? യമനിൽ 3 ഫ്രാക്ഷനുകളാണ്. ഒന്ന് അതിതീവ്രമായ ഇസ്ലാമിക നിലപാടുകളുള്ളത്, ഒന്ന് ഇറാൻ അനുകൂലം, മറ്റൊന്ന് സൗദിക്ക് അനുകൂലം. ഇത് 3 തമ്മിലടിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യവും അവകാശമുള്ള ഇടങ്ങൾ ഇത്തരത്തിൽ നാശകൂമ്പാരമായി മാറിയിട്ട്, തമ്മിലടിക്കുന്ന ഇടമായി മാറിയിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ക്രിസ്തു വിമർശനവുമായി ഇറങ്ങിത്തിരിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ മുമ്പിൽ രക്ഷയുടെ വാതിൽ നിങ്ങൾ തന്നെ കൊട്ടിയടയ്ക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിരിക്കാൻ തയ്യാറാവുക. ഒന്നിരുന്നു കൊണ്ട് സൃഷ്ടാവായ ദൈവത്തോട് ചോദിക്കുക, അല്ലയോ സൃഷ്ടാവായ ദൈവമേ, നിന്നെ ഞങ്ങൾക്കൊന്ന് വെളിപ്പെടുത്തി തരണം. അതുപോലെ തന്നെ ബൈബിൾ വായിക്കുമ്പോൾ അപ്പസ്തോലന്മാർ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ കാണുകയും വിശ്വാസികൾ പറയുകയും ചെയ്യുന്ന അവരുടെ അനുഭവ തലത്തിൽ നിന്നുള്ളതാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ്. ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളെ പ്രതി അവർ മുമ്പോട്ട് വെക്കുമ്പോൾ അതിനകത്ത് വൈകാരികതകൾ ഉണ്ടാകും. പക്ഷെ അപ്പസ്തോലന്മാർ കൃത്യമായി പഠിപ്പിക്കുകയാണ്, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവ് യേശു ക്രിസ്തുവാണ് എന്ന്.
അപ്പോൾ വിധിയുടെ മാനദണ്ഡം അവൻ സെറ്റ് ചെയ്തു. മനുഷ്യനൊരു ന്യായവും പറയാൻ പറ്റുകയില്ല. പരീക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് അവന് പരീക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന മനുഷ്യനെ സഹായിക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നു. ഇവിടെ ഞാൻ ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അവൻ എല്ലാ കാര്യങ്ങളിലും തൻ്റെ സഹോദരരോട് സദൃശ്യമാകേണ്ടിയിരുന്നു. ഇനി ഫിലിപ്പി ലേഖനം കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി അവൻ തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. കാരണം അവൻ ദൈവത്വം മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യത്വത്തിലാണ് ജീവിച്ചത്. സത്ത ദൈവത്വമായിരിക്കുമ്പോഴും മനുഷ്യത്വത്തിൽ ജീവിച്ചു. എന്തുകൊണ്ടാണ്? മനുഷ്യന് അനുകരണീയമായൊരു മാതൃകയും രക്ഷയുടെ മാർഗം കാണിച്ചു തരികയും വിധിയുടെ മാനദണ്ഡം സെറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട്. ആകയാൽ എല്ലാ നാമങ്ങൾക്കും ഉപരിയായി അവൻ്റെ നാമത്തെ ദൈവം ഉയർത്തി. ഇത് യേശുവിൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പം ഇവിടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്. ദൈവത്തെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനും മനുഷ്യന് അവൻ്റെ പരിമിതിയുള്ള ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമുണ്ട് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. കാരണം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ഫ്രീ വില്ലോടുകൂടിയാണ്. ഫ്രീ വില്ലുള്ള മനുഷ്യന് അടിമയല്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടിമകളായിട്ടല്ല കാണുന്നത്. നിങ്ങൾ ഇസ്ലാമിൽ അടിമകളായിട്ടാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ പ്രശ്നം. പക്ഷെ ബൈബിളിൽ അങ്ങനെയല്ല. ദൈവം സ്നേഹത്തിൽ സൃഷ്ടിപ്പ് നടത്തി. സ്നേഹത്തിൻ്റെ പ്രത്യേകത സ്വാതന്ത്ര്യം നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ദുർവിനിയോഗത്തെ, സ്വാതന്ത്ര്യത്തെ നല്ല രീതിയിൽ എടുത്തുകൊണ്ട് ക്രിസ്തു പരിഹാരം ചെയ്തുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ തൻ്റെ ജീവിതം വഴി പാപത്തിനും മരണത്തിനും അവൻ ശിക്ഷ വിധിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടി വരും? എല്ലാ മുട്ടുകളും അവൻ്റെ മുമ്പിൽ മടങ്ങണം. കാരണം പാപത്തിൻ്റെ മുമ്പിലും മരണത്തിൻ്റെ മുമ്പിലും വിജയിച്ചവൻ്റെ മുമ്പിൽ മനുഷ്യൻ കീഴടങ്ങണമെന്നുള്ളതാണ്. അതാണ് ദൈവഹിതം. അതുകൊണ്ടാണ് മനുഷ്യപുത്രനായിരിക്കാൻ വിധി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്, ഞാനാണ് നിങ്ങളെ വിധിക്കാൻ പോകുന്നതെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. തിരുവചനത്തിലുടനീളം നിങ്ങൾ വചനം മുഴുവൻ വായിച്ചു നോക്ക്. അവിടെ മുഴുവൻ ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ഒരു തിരിച്ചു നടപ്പിനെ കുറിച്ചാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ ഉപമ പിതാവായ ദൈവം സ്നേഹനിധിയാണെന്ന് പഠിപ്പിക്കുമ്പോഴും ഒരു തിരിച്ചു നടപ്പിനെ കുറിച്ച് പറയുകയാണ്. സ്വർഗപ്രവേശനത്തെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു പഠിപ്പിച്ചതിൻ്റെ 7 അയൽവക്കത്ത് നിൽക്കാൻ യോഗ്യതയുള്ള എന്തെങ്കിലും ഒരു പ്രബോധനം അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പാകിസ്ഥാനിൽ കണ്ടേനെ, ബംഗ്ലാദേശിൽ കണ്ടേനെ, അഫ്ഗാനിസ്ഥാനിൽ കണ്ടേനെ, കാശ്മീരിൽ കണ്ടേനെ. കാണുന്നില്ല. നിങ്ങളുടെ പ്രമാണങ്ങളുടെ സ്വാധീനമാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളുടെ സ്വാധീനം വിദ്യാഭ്യാസമായി, വികസനമായി, ജനാധിപത്യമായി ഇന്ന് ലോകത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. മാനവികതയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. സ്വാതന്ത്ര്യമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ജാതിയും മതവുമില്ലാതെ നന്മ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. വെറും 3% ക്രൈസ്തവർ ഭാരതത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലും പരസ്യമായി ഏറ്റുപറയുകയുണ്ടായി. അതാണ് ക്രിസ്തുവിൻ്റെ പ്രത്യേകത. പക്ഷെ നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം കിട്ടുന്ന ഇടങ്ങളുടെ സ്ഥിതി എന്താണ്? തുടർന്ന് തിരുവചനത്തിലേക്ക് നിങ്ങൾ നോക്കിയോ. അവിടങ്ങളിൽ കാണുന്ന താലന്തിൻ്റെ ഉപമ, വിശ്വസ്തനായ ഭൃത്യൻ്റെ ഉപമ, അത്തിവൃക്ഷത്തിൻ്റെ ഉപമ, ദേവാലയത്തിൽ ചാട്ടവാറെടുക്കുന്ന സംഭവം, വിധക്കാരൻ്റെ ഉപമ, വയലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിധിയുടെ ഉപമ, വിശക്കുന്നവന് ഭക്ഷണവും ദാഹിക്കുന്നവന് വെള്ളവും നഗ്നനെ ഉടുപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. മനുഷ്യപുത്രൻ തൻ്റെ സർവ്വമഹത്വത്തിലും വരുമ്പോൾ നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും വേർതിരിക്കുമെന്നുള്ള പ്രബോധനം. ക്രിസ്തു വിധികർത്താവും രക്ഷകനുമാണ്. അവൻ സത്തയിൽ ദൈവമായിരിക്കുമ്പോൾ ക്രിസ്തു വിധികർത്താവും രക്ഷകനുമാണ്. ഓരോരുത്തരെയും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിക്കുന്നവനിലാണ് നാം വിശ്വസിക്കുന്നത് എന്ന് പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ആദ്യത്തെ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് രക്ഷകനും വിധികർത്താവുമായ ക്രിസ്തു ഈ ലോകത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കിക്കാണുവാൻ നിങ്ങൾ തയ്യാറായാൽ മാത്രമേ നിങ്ങളുടെ ദൈവിക കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ തീരുകയുള്ളൂ.